ഇറാനുമായുള്ള യുദ്ധം ട്രംപിന്റെ ഭരണകൂടത്തിനുള്ളിലും അദ്ദേഹത്തിന്റെ അനുയായികൾക്കിടയിലും വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് കേവലം ഒരു സൈനിക നടപടി മാത്രമല്ല, മറിച്ച് ഭരണകൂടത്തിലെ പ്രമുഖർക്കിടയിലുള്ള ആശയപരമായ ഒരു പോരാട്ടം കൂടിയായി മാറിയിരിക്കുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻ ഡെപ്തിലേക്ക്. ഭരണകൂടത്തിനുള്ളിൽ പ്രധാനമായും രണ്ട് ചേരികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഒരു വശത്ത് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പഴയകാല നിയോ കൺസർവേറ്റീവ് ശൈലിയുടെ വക്താവായ അദ്ദേഹം അമേരിക്ക ലോക പോലീസായി തുടരണമെന്നും സൈനിക ശക്തി ഉപയോഗിച്ച് അമേരിക്കൻ താൽപര്യങ്ങൾ സംരക്ഷിക്കണമെന്നും വിശ്വസിക്കുന്നു. ഇറാനിലെ നിലവിലെ ഭരണകൂടം നിലനിൽക്കുന്നിടത്തോളം പശ്ചിമേഷ്യയിൽ സമാധാനം സാധ്യമല്ലെന്നും കേവലം ഉപരോധങ്ങൾ കൊണ്ട് മാത്രം ഇറാനെ തളയ്ക്കാനാകില്ലെന്നുമാണ് റൂബിയോയുടെ പക്ഷം. കൂടാതെ ഇറാനെ ദുർബലപ്പെടുത്തുന്നത് പശ്ചിമേഷ്യയിൽ ചൈന കെട്ടിപ്പടുക്കുന്ന സാമ്പത്തിക അച്ചുതണ്ടിനെ തകർക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം കരുതുന്നു. ട്രംപ് ഇപ്പോൾ റൂബിയോയ്ക്ക് നൽകുന്ന വലിയ പിന്തുണ അദ്ദേഹത്തിന്റെ നോ വാർ വാഗ്ദാനങ്ങളിൽ നിന്നുള്ള പിന്മാറ്റമായാണ് കാണുന്നത്. മറുവശത്ത് വൈസ് പ്രസിഡന്റ് JD വാൻസ് വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് അദ്ദേഹം. യുദ്ധം തുടങ്ങി ആദ്യ 3 ദിവസം വാൻസിനെ പൊതുയിടങ്ങളിൽ കണ്ടിരുന്നില്ല. ട്രംപും റൂബിയോയും യുദ്ധം നിയന്ത്രിച്ചപ്പോൾ വാൻസ് വാഷിംഗ്ടണിലെ വൈറ്റ് ഹൌസിൽ തുളസി ഗബാർഡിനെ പോലെയുള്ളവർക്കൊപ്പം ഒറ്റപ്പെട്ട നിലയിലായിരുന്നുവെന്ന് വൈറ്റ് ഹൌസ് പുറത്തുവിട്ട ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. സമാധാനത്തിന്റെ സ്ഥാനാർത്ഥി എന്ന പ്രതിച്ഛായയിൽ നിന്ന് ശക്തിയിലൂടെയുള്ള സമാധാനം എന്ന തന്ത്രത്തിലേക്കാണ് വാൻസ് ഇപ്പോൾ മാറാൻ ശ്രമിക്കുന്നത്. എങ്കിലും ഭരണമാറ്റത്തേക്കാൾ ഇറാന്റെ ആണവശേഷി തകർക്കുന്നതിലാണ് അദ്ദേഹം ഊന്നൽ നൽകുന്നത്. വെനസ്വേലൻ വിഷയത്തിലും ഉക്രൈൻ വിഷയത്തിലും റൂബിയോയുടെ നിലപാടുകളെ ട്രംപ് പിന്തുണയ്ക്കുന്നത് വാൻസിന്റെ സ്വാധീനം കുറയുന്നതിന്റെ ലക്ഷണമായാണ് വിലയിരുത്തപ്പെടുന്നത്. യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും ഭരണകൂടത്തിനുള്ളിൽ വലിയ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഇറാന്റെ ആണവായുധ ശേഷി തകർക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോൾ ഇസ്രായേലിന്റെ സൈനിക നടപടിക്ക് അമേരിക്ക പിന്തുണ നൽകുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് റൂബിയോയുടെ നിലപാട്. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ഒരു കരയുദ്ധത്തിന് താൽപര്യം പ്രകടിപ്പിക്കുമ്പോൾ റൂബിയോ അത്തരം സാഹസങ്ങളുടെ അപകടങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ട്രംപ് ഒരേ സമയം യുദ്ധവിരുദ്ധനായ ടക്കർ കാൾസണിൽ നിന്നും യുദ്ധത്തെ അനുകൂലിക്കുന്ന ലിൻസെ ഗ്രഹാമിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് ഭരണകൂടത്തിന്റെ ഏകോപനമില്ലായ്മയാണ് തുറന്നുകാട്ടുന്നത്. ട്രംപിന്റെ ഉറച്ച അനുയായികൾക്കിടയിലും ഈ യുദ്ധം വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ടക്കർ കാൾസൺ, മഗിൻ കെല്ലി തുടങ്ങിയ പ്രമുഖർ ഈ നീക്കത്തെ പരസ്യമായി വിമർശിച്ചു കഴിഞ്ഞു. കാൾസൺ ഈ യുദ്ധത്തെ അങ്ങേയറ്റം വെറുപ്പുളവാക്കുന്നത് എന്നാണ് വിശേഷിപ്പിച്ചത്. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ 77% പേർ യുദ്ധത്തെ പിന്തുണയ്ക്കുമ്പോഴും വെറും 18% ഡെമോക്രാറ്റുകൾ മാത്രമാണ് ഇതിനോട് യോജിക്കുന്നത്. ട്രംപിന്റെ വോട്ടർമാരിൽ ഒരു വലിയ വിഭാഗം ഇപ്പോഴും ഈ യുദ്ധം ആവശ്യമാണോ എന്ന കാര്യത്തിൽ സംശയാലുക്കളാണ്. ചുരുക്കത്തിൽ ഇറാൻ യുദ്ധം ട്രംപിന്റെ സ്വന്തം രാഷ്ട്രീയ ചേരിയത്തിനെ പരീക്ഷിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. വാൻസിനെ സംബന്ധിച്ചിടത്തോളം തന്റെ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കണോ അതോ ട്രംപിനോടുള്ള വിശ്വസ്തത തെളിയിക്കണോ എന്ന വെല്ലുവിളിയാണ് മുന്നിലുള്ളത്. ഈ യുദ്ധത്തിൽ പെട്ടെന്നൊരു വിജയം നേടാൻ സാധിച്ചില്ലെങ്കിൽ അത് ട്രംപ് ഭരണകൂടത്തിനും JD വാൻസിന്റെ ഭാവി രാഷ്ട്രീയത്തിനും വലിയ തിരിച്ചടിയാകും.